ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പോഴും വഴക്ക് നടക്കുന്നത് ഹൈജീനിക്കിനെ കുറിച്ചാണ്. ഈ സീസണിലും വൃത്തിയില്ലായ്മയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിനിടയിൽ രേണുസുതിയുടെ വൃത്തിയില്ലായ്മയെ ചൂണ്ടിക്കാട്ടിയാണ് വലിയ പ്രശ്നങ്ങളായി മാറിയത്. രേണുസുതി കുളിക്കാറില്ല എന്നും തലയിൽ നിറച്ച് പേനാണെന്നുമാണ് അനുമോൾ ചൂണ്ടിക്കാട്ടിയത്. അത് വലിയ നാടകീയ രംഗങ്ങൾക്ക് വഴിതിരിച്ചു. അതിനെ തുടർന്ന് ബിഗ് ബോസിൽ തുടരാൻ സാധ്യമല്ല എന്ന് രേണു പറഞ്ഞു. പക്ഷേ ഇതെല്ലാം പറഞ്ഞ് അനുവിനും വൃത്തിയില്ല എന്നാണ് ബിഗ് ബോസിൽ ഒരു കൂട്ടർ പറയുന്നതും. ഇത്രയെല്ലാം പറഞ്ഞു കൊടുത്താലും ഇവർ എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അടിയാണ്. പിന്നെ രേണുവിനെ അനു അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയല്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. കാരണം രേണു പുറത്തേക്ക് വരുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അനു അത് പറഞ്ഞത് ഒട്ടും ശരിയല്ല എന്നാണ്. ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അവർ പിന്നെയും ഇടിയാണ്. ലൈവിലാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ അടിയാണ്. ഇപ്പോൾ വാക്കുതർക്കം നടക്കുന്നത് അനുവും രേണുവും തമ്മിലാണ്. അനു പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് എന്നോട് മാത്രം പറയാമായിരുന്നു എന്നും ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ എന്നെ നാണം കെടുത്തി എന്നുമാണ് രേണു പറയുന്നത്. അതിനു മറുപടി അനുമോൾ പറയുന്നത് ഇത് എല്ലാവരുടെയും തലയിൽ ഉള്ളതല്ലേ എന്നാണ്. എന്തെല്ലാം പറഞ്ഞാലും അനു പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗവും ആളുകളും പറയുന്നത്. എന്നിരുന്നാലും രേണുവിന് അവിടെ തുടരാൻ താല്പര്യമില്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞു വിടണം എന്നാണ് അഭിപ്രായം. കാരണം രേണു അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല. പിന്നെ തിന്നാനും ഉറങ്ങാനും മൂലയ്ക്ക് ഇരിക്കാനുമാണെങ്കിൽ രേണു എന്തിനാണ് അവിടെ? ആകെയുള്ള കണ്ടന്റ് സുധിച്ചേട്ടനെ ചൊല്ലി ഉള്ളതും ഇത്തരത്തിലുള്ള വഴക്കുകളുമാണ് ആകെയുള്ള കണ്ടന്റുകൾ. പിന്നെ ഒരു ടാസ്കിനിടയിൽ നമ്മുടെ രേണുസുതി പറയുന്നുണ്ട്, ഞാനൊരു വീട്ടമ്മയല്ലേ, പിന്നെ എൻ്റെ തലയിൽ ഹെയർ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ സാധനം തലയിൽ നിന്ന് ഊരി വരുന്നതാണ്, അത് പേനല്ല, അതാണ് കണ്ടത്. എനിക്ക് പല്ലകന്ന ഒരു ചീപ്പ് ഉണ്ടെങ്കിൽ അത് ഈരി നമുക്കത് ശരിയാക്കി വെക്കാം എന്നൊക്കെയാണ് നമ്മുടെ രേണുസുതി പറയുന്നത്. അപ്പോൾ അനുമോൾ ഇങ്ങനെ തലയിൽ പേനാന്ന് പറഞ്ഞതിൽ നമ്മുടെ രേണുസുതിക്ക് ഒരുപാട് വിഷമമുണ്ടെന്നാണ് ചുരുക്കിൽ പറഞ്ഞാൽ പറയുന്നത്. അതിനിപ്പോ അനുവിനെ ആരും തന്നെ അനുകൂലിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇതൊരു കണ്ടന്റ് ആണ്. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയിക്കണം, എനിക്ക് വലിയ ആളാവണം, എനിക്ക് ബിഗ് ബോസിൽ ഫസ്റ്റ് ആവണം എന്നുള്ള എല്ലാ ഒരു തയ്യാറെടുപ്പോടുകൂടിയാണ് അവർ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. ടാറ്റാ.